ഇപ്പോൾ ഒരു പുതിയ കാര്യം കൂടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം അല്പം മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകളെ കേരള കോൺഗ്രസ് എം പൂർണ്ണമായും തള്ളുന്നു. ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസ് എം മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുമായി നിരന്തരം പരിശ്രമിക്കുകയാണ്. നേതൃസ്ഥാനത്തിൻ്റെ പേരിൽ കലഹിക്കുന്ന UDF-നെ രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടക്കുകയാണ് എന്നുകൂടി പറയുന്നുണ്ട് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എം ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെൻറ്റിനൊപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെതിരായി ശബ്ദം ഉയർത്തുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഒരേ നിലപാട് ഉയർത്തുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത് സഹായകരമാകും. മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ഉയർത്തുന്നതിനെ മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടിക്കെട്ടുന്നതിൻ്റെ ലക്ഷ്യം വില കുറഞ്ഞ രാഷ്ട്രീയമാണ്. അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു. മൂന്നാം തവണയും LDF-നെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് എം ഒരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങി വെക്കുന്നതാണ് ഉചിതം എന്ന് UDF നേതാക്കളോടും വിശേഷിച്ച് UDF കൺവീനർ അടൂർ പ്രകാശിനോടടക്കം ജോസ് കെ മാണി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നിലപാട് അത് പലതരം മാധ്യമ വാർത്തകളിലൂടെ കേരള കോൺഗ്രസ് എമ്മിനെ ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ അല്ലെങ്കിൽ ഒരു മുന്നണി മാറ്റം കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. വിസ്മയിപ്പിക്കുന്ന മുന്നണി വിപുലീകരണം എന്ന നിലയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. UDF കൺവീനറുടെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങളുണ്ടാകുന്നു. ഇതിനെല്ലാം അന്നും തുടർച്ചയായും ഇന്ന് അല്പം മുമ്പും ജോസ് കെ മാണി പറഞ്ഞ മറുപടി എന്താണ്, രാഷ്ട്രീയമായ മറുപടി എന്താണെന്ന് നോക്കാം. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുകയാണ്. സനോജ്, ഇതിൽ ജോസ് കെ മാണി അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഒരു മുന്നണി മാറ്റം കേരള കോൺഗ്രസ് അപ്പുറത്തേക്ക് ചെല്ലാൻ പോകുന്നു, UDF-ലേക്ക് എത്താൻ പോകുന്നു എന്ന് കരുതി ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കലമങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്നാണല്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയിപ്പിക്കുന്ന മാറ്റം കേരള കോൺഗ്രസിനെ കണ്ടാണെങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റിവെച്ചേക്കാൻ തന്നെയാണ് ജോസ് കെ മാണി അതിശക്തമായ ഭാഷയിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം വ്യാജ വാർത്തയാണ്. ഇത് ഒരു കോണിൽ നിന്നും ചില മാധ്യമങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്ന വാർത്തയാണ്. കലഹത്തിലായിരിക്കുന്ന UDF സംവിധാനത്തെ ആ വാർത്തകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത്. കേരള കോൺഗ്രസിനെ കണ്ട് ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കലം അങ്ങ് വാങ്ങി വെച്ചേക്കാനാണ് ജോസ് കെ മാണി ശക്തമായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ UDF-ന് നൽകുന്ന സന്ദേശം. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UDF വിടുന്നു അല്ലെങ്കിൽ LDF വിടുന്നു എന്ന തരത്തിൽ കേരള കോൺഗ്രസിനെ കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. മലയോര മേഖലയിലെ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നുള്ള കേരള കോൺഗ്രസിന്റെ ആവശ്യത്തെ കൂട്ടി വായിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ വല്ലാതെ വെട്ടിലാക്കുന്ന ഒന്നുകൂടിയാണ്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിന്റെ മലയോര ജനതയോട് കേരളത്തിന്റെ പ്രതിപക്ഷം പറയാൻ ശ്രമിക്കുന്നത് ഇതാകെയും സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നമാണ്, സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് എന്ന നിലയിൽ ഒരു പ്രചാരണം നടത്തുകയാണ്. അവിടെയാണ് ജോസ് കെ മാണി പറയുന്നത് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരണം, ആ നിയമസഭാ സമ്മേളനത്തിലടക്കം കേരളത്തിൻ്റെ ഈ പൊതുവായ ഒരു നീക്കം ഉണ്ടാകണം, പ്രതിപക്ഷം അതിന് സഹകരിക്കണം. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഇന്ന് കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ആ മലയോര പ്രശ്നത്തെ പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ് ജോസ് കെ മാണി. അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ ഒരു പൊതുവികാരമാണ് ജോസ് കെ മാണി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റോഷി അഗസ്റ്റിൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. വലിയ തോതിലുള്ള ഒരു ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തെരുവ് നായ്ക്കളുടെയും ഒപ്പം തന്നെ മലയോര പ്രദേശത്തെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ജോസ് കെ മാണി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജോസ് കെ മാണി മുന്നണി വിടാൻ പോവുകയാണ് എന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മലയോര പ്രദേശത്തെ ജനങ്ങളുടെ വിഷയം എല്ലാവരുടെയും പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും കൂട്ടായിരുന്നുകൊണ്ട് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവർക്കും കൂട്ടായിരുന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിനെതിരെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ച് ചർച്ച ചെയ്യാമെന്നുള്ളതാണ് ജോസ് കെ മാണി പറയുന്നത്. അത് തന്റെ മുന്നണി മാറ്റവുമായി കൂട്ടി വായിക്കേണ്ടതില്ല. അത്തരത്തിൽ തെറ്റായ വ്യാജ പ്രചരണങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ
LDF ഇടുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അതായത് കേരള കോൺഗ്രസിനെ കണ്ട് ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചേക്കാനാണ് ജോസ് കെ മാണി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. ശരത്. ശരി സനോജ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി സനോജിൽ നിന്ന് വേണ്ടതുണ്ട്, അതിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വാർത്ത തന്നെയാണ് ഇന്ന് ഈ സന്ധ്യാസമയത്ത് വന്നത്. വളരെ ശക്തമായി തുടർച്ചയായി ജോസ് കെ മാണി പറയുന്നു, ഞങ്ങൾ LDFൽ ഹാപ്പിയാണ്, ഏതെങ്കിലും തരത്തിലുള്ളൊരു മുന്നണി മാറ്റമില്ല, അതിനാരെങ്കിലും ആഗ്രഹിച്ച് നടപ്പുണ്ടെങ്കിൽ ആ മനസ്സിലിരിപ്പങ്ങ് മാറ്റിവെച്ചേക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്പഷ്ടമായ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ രാഷ്ട്രീയ അനിവാര്യതയും മലയോര പ്രശ്നമടക്കം ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരേണ്ടതിൻ്റെ അനിവാര്യത, അതിലടക്കം കേരളത്തിൻ്റെ പൊതു നിലപാടിനൊപ്പം നിന്നുകൊണ്ട്, സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് കേന്ദ്രത്തിൻ്റെ തെറ്റായ സമീപനത്തിനെതിരെ മലയോര വിരുദ്ധ സമീപനത്തിനെതിരെ യോജിച്ച് നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകണം എന്ന രാഷ്ട്രീയ ആവശ്യമടക്കം വെച്ചിരിക്കുകയാണ് ജോസ് കെ മാണി.